1966 ജനുവരി 24 ആൽപ്സ് പർവ്വതനിരയിലെ മൗണ്ട് ബ്ലാങ്ക്. അന്ന് അവിടെ സംഭവിച്ചത് ലോകത്തിലെ നിഗൂഢമായ വിമാനാപകടങ്ങളിൽ ഒന്നായിരുന്നു. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് 101 പറ്റിയ ആ അപകടം ഒരു യുഗത്തിനാണ് തിരശീലയിട്ടത്. ആ വിമാനത്തിലുണ്ടായിരുന്നത് വെറും ഒരു യാത്രക്കാരൻ മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങളുടെ ശില്പിയായ ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാവെയായിരുന്നു. ലോകം മുഴുവൻ ആണവ നിരായുധീകരണം ചർച്ച ചെയ്തപ്പോൾ വെറും 18 മാസം കൊണ്ട് ഇന്ത്യക്ക് വേണമെങ്കിൽ ആണവ ബോംബ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ ആ പ്രതിഭയുടെ മരണം വെറും ഒരു അപകട മരണമായിരുന്നു. അതോ ഇന്ത്യൻ സ്വപ്നം തകർക്കാൻ നടന്ന ആഗോള ഗൂഢാലോചനയോ? മഞ്ഞുമൂടിയ പാറകൾക്കിടയിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയിട്ടുള്ള യാത്രയിലേക്കാണ് നിങ്ങളെ അൺടോൾഡ് ഹിസ്റ്ററി മലയാളം ക്ഷണിക്കുന്നത്. ഫ്രാൻസിനും ഇറ്റലിക്കും ഇടയിലുള്ള മൗണ്ട് ബ്ലാങ്ക് പർവ്വതനിരയിലാണ് ആ അപകടം സംഭവിച്ചത്. ആ അപകടത്തിൽ ലോകത്തിലെ മുൻനിര ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ ഹോമി ഭാഭയുടെ ജീവിതം അവസാനിച്ചു. ആഡംബരങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി കലയ്ക്കും ശാസ്ത്രത്തിനും തുല്യ പ്രാധാന്യം നൽകിയ ജീവിതയാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മുംബൈയിലെ സമ്പന്നമായ പാഴ്സി കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. കേംബ്രിഡ്ജിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അധ്യാപകരും അദ്ദേഹത്തെ മനുഷ്യ കണക്ക് യന്ത്രം എന്നാണ് വിളിച്ചിരുന്നത്. ചിത്രകലയും വയലിനും സ്വന്തം ആത്മാവിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൊണ്ടു നടന്നത്. യൂറോപ്പിലെ ഉന്നത ജീവിതം വേണ്ടെന്ന് വെച്ച അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയത് സ്വന്തം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായിരുന്നു. ദൃഢതയാർന്ന ആ തീരുമാനമാണ് ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത്. മാതൃരാജ്യത്തിന് വേണ്ടി വ്യക്തിപരമായ സുഖലോലുപതകൾ കളഞ്ഞ അദ്ദേഹം വിവാഹമേ വേണ്ടെന്ന് വെച്ചു. ശാസ്ത്രത്തെ തൻ്റെ ജീവിതമായി തിരഞ്ഞെടുത്തു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഭാഭ അറ്റോമിക് കമ്മീഷൻ എന്നിവ അദ്ദേഹം ഇന്ത്യയിൽ സ്ഥാപിച്ചു. കമ്പ്യൂട്ടറുകളില്ലാത്ത കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആണവ ഭാവിക്ക് വേണ്ടിയുള്ള ഓരോ ഗണിതവും അദ്ദേഹം കൈപ്പടയിലാണ് കുറിച്ചിരുന്നത്. യുവശാസ്ത്രജ്ഞരോട് സ്വപ്നം കാണാൻ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പ്രചോദിപ്പിച്ച അദ്ദേഹം ഇന്ത്യയെ ആണവ ശക്തിയാക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിൽ യുവാക്കളെയും കൂടെ കൂട്ടി. തൻ്റെ ആത്മവിശ്വാസം ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, അനുമതി ലഭിച്ചാൽ ഇന്ത്യക്ക് 18 മാസം കൊണ്ട് ആണവ ബോംബ് നിർമ്മിച്ചു തരാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം ലോകശക്തികളെ അസ്വസ്ഥരാക്കി. അതോടുകൂടി ഭാഭ അവരുടെ ആണവ അജണ്ടയ്ക്ക് വലിയ വെല്ലുവിളിയായി മാറി. ജനീവയിൽ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്ര സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോകുമ്പോഴാണ് ഈ വിമാനം അപകടത്തിൽപ്പെടുന്നത്. ലോകം ഇത് വെറുമൊരു അപകടമായി തള്ളിക്കളയുന്നെങ്കിലും ഇതിനു പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഇന്ത്യയിലെ പലരും വിശ്വസിക്കുന്നുണ്ട്. 1960കളിൽ തന്നെ ഭാഭ അറ്റോമിക് റിസർച്ച് ഇന്ത്യയെ ഒരു ആണവ ശക്തിയാക്കാനുള്ള കടമ്പകൾ ഓരോന്നും തരണം ചെയ്തു തുടങ്ങിയിരുന്നു. അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയൻ്റെയോ ചേരികളിൽ ചേരാതെ ഇന്ത്യ സ്വതന്ത്രമായാണ് ഈ ശ്രമങ്ങൾ നടത്തി വന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവാൻ കൂട്ടാക്കാത്ത ഇറാനെയും കോങ്കോയെയും അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ അന്നേ അമേരിക്കയും സോവിയറ്റ് യൂണിയനും നടത്തിയിരുന്നു. അത് ഇരു രാജ്യങ്ങളുടെയും ആണവ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തി. ഹോമി ഭാഭയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവറായി മാറുമെന്ന് CIA ചാരപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചു. ഭാഭയുടെ വിമാനാപകടത്തിന് പിന്നിൽ CIA ആണെന്ന് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നു. ആ വിമാനാപകടത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അനുമതി ലഭിച്ചാൽ വെറും 18 മാസം കൊണ്ട് ഇന്ത്യയെ ഞാനൊരു ആണവ ശക്തിയാക്കി മാറ്റിത്തരാമെന്ന് ഭാഭ പ്രഖ്യാപിച്ചത്. CIA മുൻ ഉദ്യോഗസ്ഥനായ റോബർട്ട് ക്രോളി ഒരു അഭിമുഖത്തിൽ ഈ ഗൂഢാലോചനയെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ അഭിമുഖം ഇതുവരെ പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. അട്ടിമറിയാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു തെളിവുകളും ഇന്ത്യക്ക് ലഭിച്ചിട്ടുമില്ല. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് വിമാന അപകടത്തിൽ നശിപ്പിക്കപ്പെട്ടതായാണ് കാണപ്പെട്ടത്. ഭാഭയുടെ മരണം ഇന്ത്യൻ ശാസ്ത്രലോകത്തെ നിശബ്ദമാക്കി. ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾ തകരാൻ ഭാഭയുടെ മരണം കാരണമാകുമെന്ന് ഇന്ത്യൻ ശാസ്ത്രലോകം സംശയിച്ചു. എന്നാൽ 8 വർഷങ്ങൾക്ക് ശേഷം 1974 പൊഖറാനിൽ ആണവ വിസ്ഫോടനം നടത്തി ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചു. ആ ആണവ പരീക്ഷണം ഭാഭയുടെ സമർപ്പണത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ശരീരം മഞ്ഞിൽ മറഞ്ഞെങ്കിലും അദ്ദേഹം കുറിച്ച കണക്കുകൾ ഇന്ത്യയുടെ ഭാവിയെ പ്രകാശമാനമാക്കി. ആ വിമാനാപകടം ഇന്നും ഒരു നിഗൂഢതയായി തന്നെ തുടരുന്നു.